ഒരു ഹ്യൂമറും എല്ലാം കൂടി ചേർത്ത് കുഴപ്പമില്ല, നന്നായിരിക്കുന്നതാണ് അഭിപ്രായം. ഫസ്റ്റ് ഷോ അല്ല, ബാക്കിയുള്ള നോക്കാം. കൊള്ളാം. കുറച്ച് കാലത്തിന് ശേഷം പുള്ളി നല്ലതായിട്ട് വരുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം പുള്ളിയുടെ ഒരു റേഞ്ച് അതിൽ കാണിക്കുന്നു. കോമഡി ജോണറിലാണ് പോണത്. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള കുറച്ച് വാല്യൂസ്, അതിപ്പോൾ ഫാമിലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഒക്കെ ഉള്ളൊരു വാല്യൂസിന് ഡെഫിനറ്റ്ലി ഇത് മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു. സോ എല്ലാവരും കാണണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. രഞ്ജീവ് സാറാണല്ലോ ഈ സിനിമേൻ്റെ ഒരു മെയിൻ വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു കരിയറിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഓൾസോ എല്ലാവരും ഇതിലുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ ഗോപു ചേട്ടൻ ആൻഡ് വൈഫ് ആഷൻ ചേട്ടൻ, അവർ രണ്ടുപേരും ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര അപ്രീസിയേഷൻ അവർ റിസീവ് ചെയ്യാൻ എന്താ കേപ്പബിൾ ആണ്. സോ എല്ലാവരും വൺസ് അഗൈൻ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണുക, നമ്മുടെ ചെറിയ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നല്ലതായിരുന്നു. അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രഞ്ജി പണിക്കർ അഭിനയമൊക്കെ നല്ലതാണ്. പടം കോമഡി സബ്ജക്റ്റ് ആണോ അതോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്? സീരിയസ് ആണെങ്കിൽ കോമഡി സ്റ്റൈലിലാണ് പോണത്. കോമഡി എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ? അഭിനയം നന്നായിരുന്നു. അല്ല, പുതിയ നടന്മാരാണ് കൂടുതലെങ്കിലും നടന്മാരാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചു. ഒരു വീട്ടിലെ ഒരു മരണം നടക്കുന്നു. ആ മരണം കഴിഞ്ഞതിന് ശേഷം 16 അടിയന്തരം, ആ 16 ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ആത്മാവിന് മോക്ഷം കിട്ടിപ്പോകുന്നത്. അപ്പോൾ ഒരു 3 ആത്മാക്കൾ ഏകദേശം ഒരേ സമയത്ത് മരണപ്പെടുന്ന 3 വ്യക്തികൾ അവരവരുടെ വീടുകളിൽ നടക്കുന്ന ശരിക്കും ബന്ധുക്കളും ഇതിലൊരു പാർട്ടി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു സഖാവാണ് മരിക്കുന്നത്. അപ്പം അവിടെ മുതൽ ആ കഥ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ 16 ദിവസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. അപ്പം ശരിക്കും ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ ഒത്തിരി കോമഡി ഉണ്ട്, നമുക്ക് ചിരിക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ഏകദേശം ഒരു 100 പേരോളം ഒരുമിച്ച് നിന്ന് ഒരു വീടിനകത്ത് സംഭവിക്കുന്ന കഥയെ വളരെ മനോഹരമായിട്ട് ഫ്രെയിം ഔട്ട് ചെയ്യാൻ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ഗോപു കിരണാണ് എൻ്റെ സംവിധാനം. അദ്ദേഹം ഒരു പുതിയ വളരെ നവാഗതനായ ഒരു സംവിധായകനാണ്. അപ്പം അയാളെ ഒരു ഡാൻസറും എല്ലാം കൂടിയായിട്ട് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല 2 സോങ്സ്, നല്ല രസകരമായ സോങ്സ്. പിന്നെ ഈ പറയുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ ഒത്തിരിയേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ലൊരു സിനിമ. കാരണം ഇപ്പോൾ ഇവിടെ ഏരിസ് പ്ലെക്സിലും ലുലുവിലും ഉണ്ട്. ലുലുവിൽ PVRലും ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നുമുണ്ട്. എനിക്കൊന്നും കൂടി സിനിമ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിലെ കോമഡികൾ കുറേ കൂടെ നല്ല രസകരമായിരുന്നു. നെൽസൺ ചേട്ടനുണ്ടായിരുന്നു. നെൽസൺ, പിന്നെ അരിസ്റ്റോ സുരേഷ്, ജയചന്ദ്രൻ, കുറേ ആൾക്കാർ വളരെ മനോഹരമായിട്ട് സീൻസും ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു കുടുംബ ചിത്രമാണ്, ഒരു ഫാമിലിക്കകത്ത് സംഭവിക്കുന്ന മനോഹരമായ ഒരു സിനിമ. അരിസ്റ്റോ സുരേഷ് ചേട്ടനും നെൽസൺ ചേട്ടനും അടിപൊളിയായിട്ട് ആ ഒരു ഫസ്റ്റ് എൻ്റെ ഹൈപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ്. എങ്ങനെയുണ്ട് രഞ്ജി പണിക്കർ? രഞ്ജി പണിക്കർ സാറ് ആസ് നമുക്ക് മനസ്സിലാവും, ഒരു സഖാവെന്ന രീതി നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതിലൊരു കോമഡി റോളാണോ വരുന്നത്? അല്ല, സാറ് കുറച്ച് സീരിയസ് റോൾ തന്നെയാണ് വരുന്നത്. കോമഡി ലൈക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സാറ് അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഫാമിലി ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു കുറച്ച് ചടങ്ങുകൾ മാത്രമാണ് പടത്തിൻ്റെ മെയിൻ കാര്യം. നവാഗതനായ ഗോപുദനാണ് അതിൻ്റെ ഡയറക്ടർ. ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് സഖാവായിട്ട്. അപ്പം നമ്മളെപ്പോലുള്ള ചെറിയ വളർന്നു വരുന്ന കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അഭ്യർത്ഥിക്കുന്ന എല്ലാവരും വീട്ടിൽ പോയി കാണാൻ ആക്സസ്. ഇത്രയും ആർട്ടിസ്റ്റിനൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം അവർ നമ്മളിപ്പോൾ ഒരു സീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അവർ ഉറപ്പായിട്ടും അപ്പം തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ അവിടെയൊക്കെ ചെയ്ത് നോബിച്ചേട്ടനായിരുന്നു. നോബിച്ചേട്ടൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഡയലോഗും ഡെലിവറി ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവർ അഭിനയം. മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ലൊക്കേഷനിൽ? ഏത് മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ലൊക്കേഷനിൽ? മറക്കാൻ പറ്റാത്ത അനുഭവം ഈ പറഞ്ഞ ഇത് തന്നെയാണ്. ഈ പറഞ്ഞ കണക്ക് രഞ്ജി പണിക്കർ സാറിൻ്റെ അഭിനയം തന്നെ ആണെങ്കിലും ഈ പറഞ്ഞ എനിക്കൊരു ചെറിയൊരു ഡയലോഗ് പറയാൻ ഡെലിവറിയിൽ പ്രശ്നം വന്നപ്പോഴത്തേക്ക് നോബിച്ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഡയറക്ടർ ആ സമയത്ത് വന്ന് പള്ളു പറയാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് വരും, നല്ലൊരു സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ നല്ലൊരു മറക്കാത്ത അനുഭവം തന്നെയായിരുന്നു.